गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। അണകവിയുന്നഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകനെൻ്റെ ദൈവമല്ലോ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിസ്മയമായി തുടർന്നുകൊണ്ടിരിക്കുന്ന അരുളിൻ്റെയും അൻപിൻ്റെയും അനുകമ്പയുടെയും പ്രപഞ്ച വിസ്മയമായിരിക്കുന്ന നാരായണ നാമധേയനായ എൻ്റെ പ്രിയപ്പെട്ട ഗുരുദേവ തൃപാദങ്ങളുടെ പാദാരവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമം. ഗുരുദർശനത്തിൻ്റെ അനന്തതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ആചാര്യ പരമ്പരയ്ക്ക് ഒന്നാകെ വന്ദനം. SNDP യോഗം ചെങ്ങന്നൂർ യൂണിയന് കീഴിൽ പ്രവർത്തിക്കുന്ന 6191 പേരിശ്ശേരി ശാഖ അംഗങ്ങളായ ബഹുമാന്യരായ എല്ലാ ഗുരുദേവ ഭക്തർക്കും ഈ എളിയ ഭക്തയുടെ വിനീതമായ നമസ്തേ. നമസ്തേ. നമ്മളോട് നമസ്തേ ഒരാൾ പറയുമ്പോൾ നമ്മൾ തിരിച്ച് നമസ്തേ പറയണം അല്ലേ? നമ്മുടെ ഉള്ളിലും നമ്മളോട് നമസ്തേ പറയുന്ന ആളുടെ ഉള്ളിലും കുടിയിരിക്കുന്ന ആ ഒരു ചൈതന്യത്തെ നമ്മൾ വന്ദിക്കുന്നതാണ് നമസ്തേ എന്ന വാക്കിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം നമ്മൾ സമയം പറഞ്ഞിരുന്നത് 10 മണിയാണ്. പക്ഷേ സ്കൂളിൽ അത്യാവശ്യമായിട്ട് ചെല്ലേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. സ്കൂൾ ലീഡർ എന്ന നിലയ്ക്ക് എനിക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാതിരുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നതിലാണ് ഇത്രയും താമസിച്ചത്. അതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് എന്നെ കേൾക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുവാൻ ആദ്യം തന്നെ ആഗ്രഹിക്കുന്നത്, ഇനി ഏകദേശം ഒരു 1-1.5 മണിക്കൂറോളം നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടത് ഗുരുദർശനത്തിൻ്റെ അനന്തതയിലേക്ക് കാൽ വെച്ച് തുടങ്ങിയ ഒരു കൊച്ചുകുട്ടിയുടെ വിവേകത്തോടെയാണ്. കാരണം നിങ്ങളെല്ലാവരും എന്നെക്കാളിലും ഒരുപാട് മൂത്തവരാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവിനെക്കുറിച്ച് എനിക്കറിയാവുന്നതിലും അധികം കാര്യങ്ങൾ അറിയുവാൻ സാധിക്കും. അത് ഉറപ്പാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പണ്ഡിതൻ്റെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടായേക്കാം. പക്ഷേ ഒരു കൊച്ചുകുട്ടി ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിച്ചാൽ അത് എൻ്റെ അറിവില്ലായ്മയായി കണ്ടെങ്കിലും നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കും. പറഞ്ഞു പോകുന്നതിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പോയാൽ അതെൻ്റെ അറിവില്ലായ്മയായി കണ്ട് ക്ഷമിക്കണം. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചാൽ അത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെയും എൻ്റെ ആചാര്യ പരമ്പരയുടെയും ശ്രേഷ്ഠത ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് വിഷയമായി എടുത്തിരിക്കുന്നത് ഗുരുമഹിമ എന്നതാണ് അല്ലേ? നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും നമുക്ക് അനവധി പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് ഗുരുമഹിമ എന്നത്. ഗുരുവിൻ്റെ മഹിമയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങണമെങ്കിൽ
അതിന് തീർച്ചയായും നമ്മൾ ഗുരുവിൻ്റെ ജീവിതം പഠിക്കണം, അല്ലേ? ആ ജീവചരിത്രം പഠിക്കണം. ഒരിക്കൽ ഗുരു ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഗുരുവിനെ ഒരു തേള് വന്ന് കുത്തുകയുണ്ടായി. ആ സമയത്ത് ഗുരു കണ്ണു തുറന്നിട്ട് ചോദിച്ചു, നാം നിന്നെ കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും ഉപദ്രവിച്ചിട്ടില്ല, പിന്നെ നീ എന്തിനാണ് നമ്മെ ഉപദ്രവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ തേള് ചാരമായി പോയി എന്നാണ് പറയുന്നത്. ഗുരു ഈ ലോകത്തൊന്നിനെയും ദ്രോഹിക്കുവാൻ അല്ലെങ്കിൽ ആരുടെയും യോഗ്യതയെ ചോദ്യം ചെയ്യുവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ഗുരു ഇന്ന് ദൈവമാണോ എന്ന് നമുക്ക് സംശയമാണല്ലേ. ഗുരു സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ മറ്റൊരു കൂട്ടർ പറയുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഒരു പച്ചയായ മനുഷ്യനാണ് എന്ന്. ഈ രണ്ടു കൂട്ടർക്കും കൂടി യോജിച്ചു പോകുവാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവിടെ കലഹങ്ങൾ സംഭവിക്കുന്നു. ഇത് ഗുരു സശരീരനായിരുന്ന കാലം തൊട്ടേ ഉണ്ടായിരുന്നു. അതാണ് കുമാരനാശാൻ സമാജസ്തുതി എന്ന ഗുരുസ്തവത്തിൽ പാടിയത്. വാദങ്ങൾ ചെവിക്കൊണ്ടു മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായി അങ്ങു വസിപ്പു മല പോലെ വേദാഗമസാരങ്ങൾ അറിഞ്ഞങ്ങൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ടു ജയിപ്പു ഗുരുമൂർത്തേ. രണ്ടു മതത്തിലുള്ള അനുയായികൾ തമ്മിലുള്ള കലഹങ്ങളൊക്കെ കണ്ടിട്ടും അതിനോടൊന്നും പ്രതികരിക്കാതെ ഒരു പർവ്വതം പോലെ ഭഗവാൻ നിലകൊണ്ടു. അതിൻ്റെ ഒക്കെ കാരണം വേദത്തിൻ്റെയും ആഗമത്തിൻ്റെയും ശരിയായ അർത്ഥമറിഞ്ഞ ഒരേ ഒരാൾ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. ആഗമം എന്ന് പറഞ്ഞാൽ തമിഴ് വേദം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ വേദത്തിൻ്റെയും തമിഴ് വേദത്തിൻ്റെയും ഒക്കെ അർത്ഥമറിഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ ആയിരുന്നതിനാലാണ് ഭഗവാന് ഈ പറഞ്ഞ ഒരു തരത്തിലുമുള്ള വാദങ്ങളോടും ഒരു തരത്തിലുമുള്ള വിദ്വേഷങ്ങളോടും ഗുരു പ്രതികരിക്കാതെ ഇരുന്നത്. ഗുരുവിനോട് എന്തൊരു കാര്യം ആവശ്യപ്പെട്ടാലും ആദ്യം ഗുരു ചോദിച്ചിരുന്ന ഒരു വാചകമുണ്ട്, വിശ്വാസമുണ്ടോ? ഇന്ന് നമുക്കില്ലാതെ പോയതും ഈ പറഞ്ഞ വിശ്വാസമാണ്. നമ്മൾ ഗുരുവിനെ ശരിയായ രീതിയിൽ ആരാധിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എൻ്റെ സൗണ്ട് കേട്ടിട്ട്? തെറ്റുത്തരം പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ മിണ്ടാതിരിക്കരുത്. മിണ്ടായിരുന്നാൽ ഞാൻ വിചാരിക്കും നിങ്ങളൊക്കെ എന്നെ നോക്കിയിരുന്ന് ഉറങ്ങുകയാണ്. അതുകൊണ്ട് എന്ത് വേണേ പറഞ്ഞു, ഇത് നമ്മുടെ വേദിയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് പറയുവാനും നമ്മുടെ സംശയമൊക്കെ മാറ്റുവാനുമുള്ള വേദിയാണ്. നമ്മൾ ഗുരുവിനെ ശരിയായ രീതിയിൽ ആരാധിക്കുന്നുണ്ടോ? ശ്രീനാരായണ ഗുരുദേവനെ മാത്രമാണോ നമ്മൾ ആരാധിക്കുന്നത്? അല്ല, നമുക്കെല്ലാം ഒന്നാണല്ലേ. ഈ പറയുന്ന ശിവഭഗവാനും പാർവതി ദേവിയും ശ്രീനാരായണ ഗുരുദേവനും ജീസസ് ക്രൈസ്റ്റും മുഹമ്മദ് നബിയും എല്ലാം നമുക്ക് എന്താണ്? ഒന്നാണ്. നമ്മളെല്ലാത്തിനും എന്തായി കാണുന്നു? ഒന്നായി കാണുന്നു. പണ്ട് ഈ നമ്മുടെ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയിട്ടാണ് പല മത ആചാര്യന്മാരും അവരുടെ അവതാര നിർവഹിച്ചത്. പക്ഷേ അവർ തന്ന ലോകമംഗളത്തിനു വേണ്ടി നൽകിയ ഉപദേശങ്ങൾ മതപ്രചാരകരിലൂടെയും മതഭക്തന്മാരിലൂടെയും മതപുരോഹിതന്മാരിലൂടെയും കടന്നുപോയപ്പോൾ അവയ്ക്ക് രൂപവ്യത്യാസവും ഭാവവ്യത്യാസവും സംഭവിച്ചു. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പാടിയതുപോലെ സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടി തട്ടി പെരുക്കി പെരുവിളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ചും മതിരയതു കുടിച്ചും കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. അവരവരുടെ ഉള്ളിലെ സത്യത്തെ തിരിച്ചറിയുവാൻ സാധിക്കാതെ മദ്യം കുടിച്ചോ രോഗം ബാധിച്ചോ താഴെ അവയിൽ ആണ്ട് കിടക്കുകയാണ്. എനിക്കവരെ അതിൽ നിന്നും എഴുന്നേൽപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സ്വാമി തൃപ്പാദങ്ങൾ അന്നിറങ്ങി വന്ന് 1888 ശിവരാത്രി നാളിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നിർവഹിച്ചത്. ശിവലിംഗദാസ സ്വാമി ഗുരുവിനോടൊപ്പം ഈ പ്രതിഷ്ഠയുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ശിവലിംഗദാസ സ്വാമി ഒരു ജീവചരിത്രം എഴുതുന്ന, ഗുരുവിൻ്റെ സ്മരണകളെക്കുറിച്ച് എഴുതുന്ന ഒരു എഴുത്തുകാരനോട് പറഞ്ഞൊരു കഥയുണ്ട്. ഒരിക്കൽ ശിവലിംഗദാസ സ്വാമി അരുവിപ്പുറം മഠത്തിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വെയിൽ മങ്ങി ആകാശം മുഴുവൻ പച്ച നിറമായി. ഈ പച്ച നിറം സമയം കഴിയും തോറും
കടുത്ത പച്ച നിറമായി മാറിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു രൂപം വന്ന ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ശിവലിംഗദാസ സ്വാമി കണ്ടു. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശിവലിംഗദാസ സ്വാമിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അങ്ങനെ ശിവലിംഗദാസ സ്വാമി ചെന്ന് ഗുരുവിനോട് പറയുകയാണ്, എന്നതുപോലെ ഗുരു, ഇതുപോലെ ശ്രീകോവിലിൻ്റെ അകത്ത് ഒരു പച്ചക്കള്ളൻ കയറിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഗുരു പറഞ്ഞു, പച്ചക്കള്ളനോ, കൊള്ളാമല്ലോ, ഒന്ന് ചെന്ന് നോക്കിക്കേ, ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ, അതിൻ്റെ അകത്ത് ആരേലും ഉണ്ടോ? നീ വാതിൽ പൂട്ടിയില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞു, ഞാൻ പൂട്ടിയിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് നോക്കൂ, കയറിയിട്ടുണ്ടോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ശിവലിംഗദാസ സ്വാമി വന്ന് ഈ അരുവിപ്പുറത്തെ ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോൾ പൂട്ടൊന്നും ആരും തുറന്നിട്ടില്ല, കള്ളനുമില്ല, അവിടെ പച്ചയുമില്ല, ഒന്നുമില്ല. അപ്പോൾ ശിവലിംഗദാസ സ്വാമി ഓടി വന്ന് ഗുരുവിൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സ്വാമി, ശരിക്കും ഞാൻ കണ്ടതാണ്, ആരോ ഒരാൾ അതിൻ്റെ അകത്തേക്ക് കയറുന്നത് ശരിക്കും ഞാൻ കണ്ടു സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, പേടിക്കണ്ട, കാരണം മയിലിൻ്റെ നിറം എന്താണ്? എന്ത് കളറാണ് മയിലിന്? ചുമലയാണോ? അല്ല, പച്ച നിറമാണല്ലേ. ഈ പച്ച നിറമുള്ള മയിലിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നത് ആരാണ്? അപ്പോൾ സ്വാമി പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായോ ആരാണ് വന്നത് എന്ന്. അങ്ങനെയാണ് ശിവലിംഗദാസ സ്വാമിയുടെ ആ ഒരു സംശയം അവിടെ മാറുന്നത്. ശിവലിംഗദാസ സ്വാമിയുടെ പേടി മാറ്റാനായിട്ട് മാത്രം ഭഗവാൻ ഒരുപാട് കുസൃതികൾ ഒപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഇത്രയേറെ ഗുരുവിന് വാത്സല്യമുണ്ടായിരുന്ന ഒരു ശിഷ്യൻ വേറെ ആരുണ്ട്? ഗുരു ഇത്രയേറെ സ്നേഹം നൽകിയൊരു ശിഷ്യൻ. ഗുരു ഒരിക്കൽ ശിവലിംഗദാസ സ്വാമിയും ഗുരുവും കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ദേവി പ്രതിഷ്ഠയുള്ള ഒരു അമ്പലത്തിന് മുൻപിൽ ചെന്നപ്പോൾ, നമുക്കിന്നിവിടെ വിശ്രമിക്കാം, എനിക്ക് ക്ഷീണമാണ് എന്ന് ഗുരു, തനിക്ക് ക്ഷീണമാണ്, അതുകൊണ്ട് നമുക്കിന്നിവിടെ വിശ്രമിക്കാം എന്ന് ഗുരു പറയുകയാണ്. അങ്ങനെ അവരവിടെ വിശ്രമിക്കുമ്പോൾ ഗുരുവിനറിയാം ശിവലിംഗദാസ സ്വാമിക്ക് ഏറ്റവും അധികം പേടിയുള്ള ഒരു യക്ഷി അമ്പലമാണ് തൊട്ടടുത്തുള്ളത്. അപ്പോൾ ഗുരു പറയുകയാണ്, ഇതിനു മുൻപിലുള്ള ഈ ആൽമരത്തിൽ കിടന്ന് നമുക്ക് ഉറങ്ങാമെന്ന്. ശിവലിംഗദാസ സ്വാമിക്ക് മറുത്ത് പറയുവാൻ സാധിക്കുകയില്ല, കാരണം തൻ്റെ ഗുരുനാഥനാണ് പറയുന്നത് നമുക്കിന്ന് ഇവിടെ വിശ്രമിക്കാം. ശിവലിംഗദാസ സ്വാമി സമ്മതിച്ചു. അങ്ങനെ കിടക്കുമ്പോൾ ഗുരു പറഞ്ഞു, പേടിയുണ്ടെങ്കിൽ നമ്മെ കെട്ടിപ്പിടിച്ച് കിടന്നോളൂ എന്ന് പറഞ്ഞു. നമുക്കായിരുന്നു അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിലോ, നമ്മൾ ഗുരുവിനെ ഒരമ്മയെ തൻ്റെ കുഞ്ഞു പറ്റിക്കിടക്കുന്നത് പോലെ അത്രയേറെ സ്നേഹത്തോടെ നമ്മൾ പറ്റിക്കിടന്നേനല്ലേ. അതുപോലെയാണ് ശിവലിംഗദാസ സ്വാമിയും ഗുരുവിനോടടുത്ത് ചേർന്നങ്ങ് കിടന്നു. പക്ഷേ എന്നിട്ടും ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. കാരണം ഈ ഉറക്കത്തിലെങ്ങാനും ഈ യക്ഷി വന്ന് തന്നെ കൊന്നു കളയുമോ, തൻ്റെ ശരീരം രണ്ടായി മാറുമോ എന്നൊക്കെയുള്ള പേടിയാണ് ശിവലിംഗദാസ സ്വാമിക്ക്. കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഗുരുവിനെ അവിടെ ഒന്നും കാണുന്നില്ല. സ്വാമി അങ്ങ് വെട്ടി വിയർക്കാൻ തുടങ്ങി, കാരണം അത്രയേറെ പേടിയാണ്. ഇനി താൻ ഇവിടെ കിടന്ന് അനങ്ങുന്ന ഒച്ച കേട്ടിട്ടെങ്ങാനും ഈ യക്ഷി ഇറങ്ങി വരുമോ എന്ന് പേടിച്ചിട്ട് പാവം അവിടെ മിണ്ടാതെ കിടക്കുകയാണ്. ഒരൊച്ചയും ഉണ്ടാക്കാതെ കണ്ണൊക്കെ ഇറുക്കി അടച്ച് കിടക്കുമ്പോൾ പെട്ടെന്നൊരു ചോദ്യം, പേടിച്ചോ? കണ്ണു തുറന്നു നോക്കുമ്പോൾ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് സ്വാമി. ഗുരു ചോദിക്കുന്നു, അവൾ നിന്നെ ഉപദ്രവിച്ചോ? എന്നിട്ട് ഒരു മന്ദഹാസമാണ് അവിടെ ഗുരു നൽകുന്നത്. ആ ശിഷ്യൻ്റെ പേടി ഇല്ലാതെയാക്കുവാൻ ഗുരു അനവധി കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയാണ് പിന്നീട് ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമി ഒരു ശിവലിംഗം പോലെ ഉറച്ച മനസ്സുള്ള വ്യക്തിയായി രൂപപ്പെടുന്നത്. നമ്മൾ പറഞ്ഞത് മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇങ്ങനെ മത ആചാര്യന്മാർ ലോകമംഗളത്തിനു വേണ്ടി നൽകിയ ഉപദേശങ്ങൾ കുറേ ആളുകളിലൂടെ കടന്നുപോയപ്പോൾ നമ്മുടെ കേരളക്കരയിൽ ശാന്തിക്കും സമാധാനത്തിനും പകരം അശാന്തിയും അസമാധാനവും അസ്വാതന്ത്ര്യവും ഉടലെടുത്തു. അപ്പോഴാണ് ഈ മാനവ സമൂഹത്തിനിടയിലേക്ക് അതുവരെ കേട്ടതിൽ നിന്നും വിഭിന്നവും നിത്യനൂതനവുമായ ഒരു സന്ദേശം അവരുടെ കാതുകളിൽ പതിച്ചത്. അത് ഈ കാരുണ്യമൂർത്തിയുടെ ശബ്ദമായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന വാചകം ഇന്ന് വിശ്വവിഖ്യാതി നേടിയ ഗുരുവിൻ്റെ വചനമാണെന്ന് നമുക്കറിയാം. ഇന്ന് വത്തിക്കാനിലും മറ്റും സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയൊക്കെ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇന്നും ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ജാതിക്കും മതത്തിനുമൊക്കെ
അടിമപ്പെട്ട് കഴിയേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവ നിലനിർത്തുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിമയായി കഴിയേണ്ടി വരുന്ന ജനങ്ങളുണ്ട് ഈ ലോകത്ത്. പക്ഷെ നമുക്ക് അതിനൊന്നും അടിമപ്പെടാതെ സ്വാതന്ത്ര്യപൂർവം വഴി നടക്കുവാനും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാനും സാധിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം ശ്രീനാരായണ പരമഹംസദേവനാണ്. ഒരു ഗുരു എങ്ങനെയായിരിക്കണമെന്ന് വേദാന്ത ചൂടാമണിയിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഒരു ഗുരുവിന് കുറച്ച് മാനദണ്ഡങ്ങൾ പറയുകയാണ്. വേദമറിയുന്നവനായിരിക്കണം ഗുരു, പാപം ചെയ്യാത്തവനായിരിക്കണം, കാമത്താൽ ബാധിക്കപ്പെടാത്തവനായിരിക്കണം, ബ്രഹ്മത്തെ അറിയുന്നവരിൽ അഗ്രേസരനായിരിക്കണം, അതുപോലെ വിറകെല്ലാം കത്തിത്തീർന്ന തീ പോലെ ബ്രഹ്മവുമായി ലയിച്ച ശാന്ത സ്വരൂപത്തോടു കൂടിയവനായിരിക്കണം. അതുകൂടാതെ തന്നെ വണങ്ങുന്ന ജനങ്ങൾക്ക് ബന്ധുവായിരിക്കണം. ഒടുവിൽ ഒന്നുകൂടി പറഞ്ഞു, കാരണമില്ലാതെ കാരുണ്യത്തിൻ്റെ കടലായിരിക്കണം ഗുരു. ഈ 7 കാര്യങ്ങളും ഒത്തുനോക്കുമ്പോൾ ഇവയൊക്കെ ശരിയായ രീതിയിൽ യോജിക്കുന്നത് ശ്രീനാരായണ പരമഹംസദേവനാണ്. ഗുരുവിൻ്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ ഗുരു തൻ്റെ യഥാർത്ഥ സ്വരൂപം തന്നെയാണ് അതിലൂടെ വരച്ചു കാട്ടുന്നത്. ഗുരു പറയുന്നുണ്ട്, ദൈവത്തിൽ പുരുഷ ലക്ഷണം കാണുന്നു, നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാകുന്നു. ഇതിലൂടെയൊക്കെ ഗുരു തന്നെയാണ് ആ പരബ്രഹ്മം എന്ന് നമുക്ക് ഗുരു വരച്ചു കാട്ടി തന്നു. പക്ഷേ നമുക്കിന്നും അതൊന്നും വിശ്വസിക്കുവാനുള്ള അത്രയും വിശാലമായൊരു ഹൃദയമില്ല എന്ന് വേണം പറയുവാൻ. ഇന്ന് ഗുരു നമ്മളോട്, ഇന്ന് ഒരാൾ വന്നിട്ട് ഗുരു ദൈവമാണോ എന്നൊരു വട്ടം ചോദിച്ചാൽ നമ്മൾ പറയും അതെ ദൈവമാണ്. ഒന്നുകൂടി അയാൾ എടുത്തു ചോദിക്കുകയാണ് ഗുരു ദൈവമാണോ എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ചിന്തിക്കും അല്ലേ. ഇനി ഇയാൾ പറയുന്ന വസ്തുതയിൽ എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കുമോ, ശ്രീനാരായണ ഗുരുദേവൻ ദൈവമല്ലായിരിക്കുമോ എന്ന് സംശയമുള്ളവരാണ് നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം വിളക്ക് വെച്ച് പ്രാർത്ഥന ചൊല്ലുന്നവരാണല്ലേ. എത്ര മണി തൊട്ട് എത്ര മണി വരെ പ്രാർത്ഥിക്കും? നിങ്ങൾ വീണ്ടും ഉറങ്ങിയോ? ഇല്ല, 6 മണി തൊട്ട് 7 മണി അല്ലെങ്കിൽ 7:30 അല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? വെറുതെ ഇരിക്കുവാണോ? ഉറങ്ങാൻ കിടക്കുവോ? ഇല്ല, സീരിയൽ കാണും അല്ലേ. അത് പറയുമ്പോൾ മാത്രം നമ്മുടെ അമ്മമാർക്കൊരു പ്രത്യേക സന്തോഷമാണ്. ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി അവരിങ്ങനെ എൻ്റെ മുഖത്തോട് നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. സീരിയൽ കാണും അല്ലേ. ഇതൊക്കെ കണ്ട് ഒരു കൊച്ചുകുട്ടി വളർന്ന് നാളെ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ എന്ത് പറയും? SNDPയിലെ ശാഖായോഗത്തിൽ നിന്ന് സെക്രട്ടറിയും പ്രസിഡന്റും വന്ന് മാറി മാറി പറഞ്ഞായിരുന്നു, ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കുന്നവർ എന്ത് ചെയ്യും? ഒരു വിധത്തിലുമുള്ള തെറ്റായ രീതിയിലേക്ക് പോവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഏതോ ഒരു ഞായറാഴ്ച ഭാഗ്യവശാൽ കൊച്ചിനെ ക്ലാസ്സിലേക്ക് വിടുവാൻ സാധിച്ചു. അതുകൊണ്ട് ഒരു ദിവസം പോയതുകൊണ്ട് ആ കൊച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് സീരിയൽ കണ്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ആ കൊച്ച് സീരിയൽ കാണും. നാളെ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ തെറ്റുമൊത്തം ശാഖായോഗം പ്രസിഡന്റിനും സെക്രട്ടറിക്കും. അങ്ങനല്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനെ അറിയുന്ന, ഗുരുവിനെ പഠിച്ച ഒരു വിദ്യാർത്ഥി നാളെ തെറ്റിലേക്ക് പോകില്ല എന്ന്. എന്നിട്ട് എൻ്റെ കൊച്ച് കാണിച്ചത് കണ്ടില്ലേ അല്ലേ? അല്ലേ? അങ്ങനല്ലേ ചോദിക്കുന്നത്. പക്ഷേ നിരന്തരമായി എല്ലാ ഞായറാഴ്ചകളിലും SNDP ശാഖായോഗങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്ന രവിവാര പാഠശാല ക്ലാസ്സുകളിൽ മുടങ്ങാതെ വരുന്ന, 1-2 ക്ലാസ്സിനല്ല, മുടങ്ങാതെ വരുന്ന ഒരു കുട്ടിയും നാളെ തൻ്റെ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവരെ അനാഥാലയത്തിലാക്കുവാൻ സന്നദ്ധരാവില്ല. കാരണം ഗുരു പിണ്ടനന്ദിയിൽ തന്നെ പറഞ്ഞു തന്നു, എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ടു നൊന്തിഞ്ഞു പെറ്റ് നരി പോലെ കിടന്നു കൂവുന്നു. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ നിന്നും ഗർഭപാത്രത്തിൽ നിന്നും വെളിയിലേക്ക് എടുത്തു കഴിയുമ്പോൾ ഒരു നരി കൂവുന്നത് പോലെയാ കിടന്നു കൂവുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും അറിയാം. ഒരു നരി കൂവുന്നത് പോലെ കിടന്നു കൂവുമ്പോൾ ഈ വെളിയിലേക്ക് വന്ന ഈ കുഞ്ഞു സാധനത്തിന് പറയാൻ പറ്റുമോ, എനിക്ക് വെളിയിലേക്ക് വരാനല്ലേ അമ്മ ഇത്രയും വേദന സഹിച്ചേ, അതുകൊണ്ട് പോട്ടെ കരയണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ഒരു പോറല് പോലും വരുത്താതെ നമ്മളെ കാത്തു സൂക്ഷിച്ചില്ലേ. ഗർഭത്തിൽ വച്ചു ഭഗവാനടിയന്റെ പിണ്ഡം എപ്പേരുമൻപൊടു വളർത്ത് കൃപാലുവല്ലി
കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങു ശംഭോ. സ്വാമി ചിന്തിക്കുന്നത് പോലെയാണ് എല്ലാം വരുന്നതെന്നറിയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള അറിവില്ലായ്മ ഇല്ലാതെയായി തീരുകയാണ്. ഇത് തന്നെ ശിവശതകത്തിലേക്ക് വന്നപ്പോൾ പാടി. ശിവ ശിവ നിൻ തിരുനാമം ഓർത്തു കണ്ടാൽ എവിടെയുമൊന്നും ഇതിനു തുല്യമില്ല. ഇവ പലതുള്ളിലറിഞ്ഞിരുന്നു ഞാൻ, ഇവിടെ ഈ വണ്ണമലഞ്ഞിടുന്നു കഷ്ടം. ആ ശിവഭഗവാന്റെ ആത്മസത്യത്തിന് നാമത്തിനപ്പുറത്തേക്കൊന്നുമില്ല. അത് നമുക്ക് നല്ല ബോധ്യവുമുണ്ട്. പക്ഷേ ഇന്നും നമ്മൾ എന്തിനു വേണ്ടിയൊക്കെയോ ഇങ്ങനെ കേണ് പ്രാർത്ഥിക്കുകയാണല്ലേ. നല്ല ജോലി കിട്ടണം, ഒരുപാട് പണം സമ്പാദിക്കാൻ പറ്റണം എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയണം, ഇന്ന് എൻ്റേതെന്ന് നെഞ്ചത്ത് കൈവച്ച് അഹങ്കാരത്തോടെ പറയുന്ന ഈ ശരീരം പോലും നമ്മുടെ ആത്മാവിനുള്ള കേവലം ഒരു വാടക വീട് മാത്രമാണ് എന്ന്. അപ്പോൾ ഈ പറഞ്ഞ മമത എന്ന ഞാൻ എന്ന ഭാവമില്ലാതെയാകും. ഗുരുവിന് ആ ഭാവമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ശിഷ്യനായ കുമാരുവിന്, ഗുരുവിൻ്റെ ചിന്നസ്വാമിക്ക് അന്യർക്കു ഗുണം ചെയ്വതിനായുസ്സുവപുസ്സും ധന്യത്വമൊടങ്ങാത്മതപസ്സും ബലി ചെയ്വു. സന്യാസികളിൽ ഇങ്ങനെയില്ലമിയന്നോർ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തേ എന്ന് പാടുവാൻ സാധിച്ചത്. കാരണം സ്വന്തം ജീവിതവും ആത്മതപസ്സുമെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി ബലിയർപ്പിച്ച ഗുരുവിനെ പോലെ മറ്റേ ആരാണുള്ളത്? അതിനു മുൻപത്തെ ശ്ലോകത്തിൽ കുമാരി ചോദിക്കുന്നുണ്ട്, അൻപാർന്നവരുണ്ടോ, പരവിജ്ഞാനികളുണ്ടോ, വൻപാക വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ? 3 ചോദ്യമാണ് ചോദിച്ചത്. എന്തൊക്കെ ചോദിച്ചു? ഇത്രയേറെ അനുകമ്പയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇത്രയേറെ വിജ്ഞാനമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമില്ലാത്ത ഇത്രയേറെ കാരുണ്യനിധിയായ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് പിൽക്കാലത്ത് നമ്മൾ ഇതിൻ്റെയൊക്കെ പേരിൽ തമ്മിത്തല്ലുമെന്നറിയാവുന്നത് കൊണ്ട് ആശാൻ തന്നെ പറഞ്ഞു, ഇനി അതിൻ്റെ പേരിൽ അടിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. എൻ്റെ ഗുരുനാഥനെ പോലെ അത്രയേറെ തേജസ് ഉള്ള ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കില്ല. ഗുരുപാദ ദശകത്തിൽ ആശാൻ പാടുന്നുണ്ട്, ശ്രീമാനാചാരലോപം സുഭഗദൃഢ ശരീരന്നു കാമാപവാദം ശ്രീമാനിൽ ശ്രീമതം ശിക്ഷിതനിൽ അതനു ദുർവായ വൈദുഷ്യഗർവം. ഈ മട്ടോതുന്ന ദോഷം ചെറുതുമിഹ നിരാലംബമാക്കുന്നു പാർക്കിൽ ഭൂമാനെൻ്റെ ശ്രീകേന്ദ്രൻ പുനരിവയെ നിനച്ചൻപിൽ ഞാൻ കുമ്പിടുന്നേൻ. എൻ്റെ ഗുരുവിൻ്റെ ഇത്രയേറെ നല്ല ശീലങ്ങളുള്ള, ഗുരുവിനെ കാണുവാൻ സുന്ദരനും സുമുഖനും ഒക്കെ ആയിരുന്നു എന്ന് നമുക്കറിയാം. ഗുരുവിൻ്റെ സ്വഭാവം വളരെ നല്ലതായിരുന്നു എന്നറിയാം. ഗുരുവിന് ഒരുപാട് അറിവുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഒന്നിൻ്റെയും പേരിലുള്ള അഹങ്കാരം മാത്രം ഗുരുവിനുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു മുസ്ലിം സിദ്ധൻ ഗുരുവിനെ വാദിച്ച് ജയിക്കണമെന്ന ഭാവത്തോടെ ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു. അടുത്ത് നിന്ന് ഒരു തെങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു. ആദ്യമേ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വെള്ളമുള്ളിടത്തെല്ലാം ജലമുള്ളിടത്തെല്ലാം മത്സ്യമുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, ഉണ്ടാകണമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത് നിന്ന് തെങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, ഇതിലുള്ള കരിക്കിൽ വെള്ളമുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ മത്സ്യം കാണുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചോദിക്കുന്ന ആൾ വിചാരിച്ചു, എന്തായാലും അതിൻ്റെ അകത്ത് മീനൊന്നും കാണാൻ പോകുന്നില്ല, അപ്പോൾ ഞാൻ ജയിച്ചു എന്ന ഭാവത്തോടെ നിൽക്കുമ്പോൾ ഗുരു പറഞ്ഞു, നോക്കിക്കളയാം. അങ്ങനെ ആ കരിക്ക് വെട്ടി നോക്കുമ്പോൾ ഈ മാനത്ത് കണ്ണി എന്ന് പറയുന്ന കുഞ്ഞ് മത്സ്യമില്ലേ, അതിൻ്റെ 2 മീൻ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ അകത്തുകൂടി ഓടിക്കളിക്കുകയാണ്. അപ്പോൾ ഇയാൾ പിന്നെ അടുത്ത തന്ത്രം ഇറക്കുകയാണ്. അയാൾ പറഞ്ഞു, എനിക്കൊരു വലിയ സിദ്ധിയുണ്ട്, എന്നെ ഒരു മുറിയിൽ അടച്ചിട്ടാൽ ആ പൂട്ട് തുറക്കാതെ തന്നെ ഞാൻ ആ മുറിയുടെ വെളിയിലേക്ക് വരും. അപ്പോൾ ഗുരുവിനോട് ഇയാൾ ഗുരുവിനെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഒരു ഭക്തൻ്റെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് സ്വാമി സമ്മതിക്കുകയാണ്. അങ്ങനെ ഇവരെ 2 പേരെ 2 മുറിയിലാക്കി പൂട്ടിയിട്ടു. ഇങ്ങനെ പൂട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സ്വാമി ഇങ്ങനെ ഭക്തരുടെ ഇടയിൽ കൂടെയൊക്കെ നടക്കുന്നതാണ് അവിടെ നിൽക്കുന്ന ശിഷ്യന്മാർ കാണുന്നത്. പക്ഷേ ഈ സിദ്ധനെ മാത്രം കുറേ കഴിഞ്ഞിട്ടും ആരും കാണുന്നില്ല. അപ്പോൾ ഇവർ ചെന്ന് ഈ മുറി തുറക്കുമ്പോൾ ഈ സിദ്ധൻ
വിനയത്തോടുകൂടി ഗുരുവിനെ പ്രണമിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അവിടെ കൂടി നിന്ന ആളുകളോട് പറഞ്ഞു അത്രേ, ഞാൻ ഈ മുറിയുടെ ഉള്ളിൽ കയറി എന്നെ അടച്ചിട്ടപ്പോൾ ഒരു വലിയ പക്ഷി എൻ്റെ മുൻപിൽ വന്ന് നിന്ന് എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നു. അതിനെ കണ്ട ഭയത്തിൽ എനിക്ക് ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല എന്ന്. അങ്ങനെ തന്നോട് വാദിക്കാൻ വരുന്നവരോട് പോലും തിരിച്ചൊന്നും പറയാതെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ മാത്രം പെരുമാറിയ ഒരു തേജോമയ സൂര്യനാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവനെ അടുത്ത് കണ്ടറിഞ്ഞൊരു വ്യക്തി രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാചകമുണ്ട്. റിയലി ഹീസ് എ സേജ്. ടു മീറ്റ് ഹിം is to respect him and admire him. ഗുരുവിനെ കാണുന്നത് തന്നെ ഒരു സന്തോഷമാണെന്ന് അദ്ദേഹം പറയുന്നത്. ഗുരുവിനെ കാണുന്നത് ഗുരുവിനെ അനുഭവിച്ചറിയുവാൻ വേണ്ടിയാണ്. ഗുരുവിനെ കാണുന്ന ആർക്കാണെങ്കിലും, അതാണ് ശിവലിംഗദാസ സ്വാമി നമ്മുടെ ഗുരുശതകത്തിലെ അവസാന പദ്യത്തിൽ പറയുന്നത്, യസ്യനഃ കൽപ്പതേ സിദ്ധൈ പാദാം പുജരജോ ലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏതൊരു ഗുരുവിൻ്റെ കാൽപാദങ്ങളിലെ പൊടിയുടെ ആ ഒരു അംശം ഞങ്ങൾക്ക് നല്ലതിനായി ഭവിച്ചുവോ എന്നാണ് ശിവലിംഗദാസ സ്വാമി ആ ഒരു പദ്യത്തിലൂടെ പാടിയത്. ഇങ്ങനെ ഗുരുവിനെക്കുറിച്ച് ശിഷ്യന്മാർ അനവധി കാര്യങ്ങൾ പറഞ്ഞുപോയി. വർക്കലയിലുള്ള അഡ്വക്കേറ്റ് പി മാധവൻ അവர்கள் പാടിയത്, നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു, നേരിട്ടു കണ്ടവർ പോലും അങ്ങേ നേരെ അറിഞ്ഞില്ല തന്നെ. അടുത്ത് കണ്ടു നിന്നവർക്ക് പോലും അറിയുവാൻ സാധിക്കാത്തത്ര പ്രഭാവമുള്ള ഒരാളായിരുന്നു ആര്? സ്വാമി. ഒരിക്കൽ ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ മഹാസമാധിക്ക് ശേഷം ഗുരുവിൻ്റെ മണ്ഡല പൂജ, നമുക്കറിയാം അത് മുടങ്ങിപ്പോയതാണ്. അങ്ങനെ ഈ മണ്ഡല പൂജയിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം വരുമ്പോൾ ശിവഗിരിയിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഈ മണ്ഡല പൂജ മുടങ്ങിയ കാര്യം അറിയുന്നത്. അങ്ങനെ എന്തായാലും വന്നു. ശിവഗിരിയിൽ പോകുന്ന ആരാണെങ്കിലും ഗുരുവിൻ്റെ ആ മഹാസമാധി മന്ദിരത്തിൽ കയറാതെ തിരിച്ചു വരത്തില്ല അല്ലേ? നമുക്ക് അവിടേക്ക് പോകാതെ നമ്മുടെ ആ ഗുരുവിൻ്റെ ആ വെണ്ണയ്ക്കൽ പ്രതിമ കാണാതെ ഒരു സമാധാനം കിട്ടത്തില്ല. അപ്പോൾ ഈ ശിഷ്യനും അച്യുതാനന്ദ സ്വാമികളോടൊപ്പം ഈ മഹാസമാധി മന്ദിരത്തിലേക്ക് നടക്കുമ്പോൾ ഇദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ്, സാധാരണയായി ഞാൻ ഗുരുവിൻ്റെ അടുത്ത് വന്ന് തിരിച്ചു പോകുമ്പോൾ ഭഗവാൻ എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയല്ലാത്തത് കൊണ്ട് ഗുരു എന്നോടൊപ്പം ഇപ്പോഴും ഉണ്ടെങ്കിൽ, ഈ സമയത്തും സ്വാമി തൃപ്പാദങ്ങളുടെ അനുഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായെങ്കിൽ ഞാൻ മഹാസമാധി മന്ദിരത്തിൽ, അന്ന് മന്ദിരമില്ല, ആ മഹാസമാധി ആ കുന്നിൽ കയറി ചെന്ന് തിരിച്ചു വന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി ചകോര ശബ്ദം കേൾക്കണം. ചകോരം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉപ്പൻ്റെ സൗണ്ട് കേൾക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചു. ഈ ഉപ്പൻ്റെ സൗണ്ട് ശരിക്കും നല്ലതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ അത് നല്ലതായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇന്ന് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ടുള്ളവരാണല്ലേ. ഈ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇന്ന് ആ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത്, ആ പറമ്പിലൂടെ ഗുരു നടന്ന് ഈ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ ചകോര ശബ്ദം കേട്ടു. അപ്പോഴാണ് ഗുരു പറഞ്ഞത് ഇവിടെ കുറ്റിയടിക്കുക. അങ്ങനെ ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ ഈ ചകോര ശബ്ദം വളരെ നല്ലതായിരുന്നു. അങ്ങനെ ചകോര ശബ്ദം കേൾക്കണമെന്ന് പ്രാർത്ഥിച്ച് ഇദ്ദേഹം ഈ മഹാസമാധിയുടെ അവിടെ കയറി ചെന്നപ്പോൾ ഗുരുപുഷ്പാഞ്ജലിക്കുള്ള പുഷ്പം തയ്യാറായിട്ടില്ല. അങ്ങനെ ആ ഇരുന്ന് ഗുരുവിനെ ധ്യാനിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഗോപാലൻ തലശ്ശേരി എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ശിഷ്യൻ. അദ്ദേഹം പറയുകയാണ്, അവിടെ ഇരുന്ന എനിക്കും എൻ്റെ കൂടെ ഇരുന്ന മുഴുവൻ പേർക്കും കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ ചകോര ശബ്ദം കേട്ടു. തൻ്റെ ശിഷ്യമാനസരുടെ ഹൃദയങ്ങളിൽ കുളിരേകുന്നവനാണ് സ്വാമി. ശിശിരീ കുർവതേ ശാന്തൈ കടാക്ഷൈ ശിഷ്യ സഞ്ജയാൻ ബ്രഹ്മവിദ്യ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് ഗുരുശതകത്തിൽ പറയുന്നുണ്ട്. ഗുരുവിനെ അത്രമേൽ നാം ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണെങ്കിൽ തീർച്ചയായും ഗുരു നമ്മെയും അവിടത്തേക്ക് ചേർത്ത് നിർത്തും. ഇന്നും നമ്മെ ഗുരുവിനോട് ചേർത്ത് നിർത്തുവാൻ തൃപ്പാദങ്ങൾ തയ്യാറാണ്. പക്ഷേ ആ പരമഹംസദേവനെ ശരിയായ സ്നേഹത്തോടെ ശരിയായ ഭക്തിയോടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറ്റുവാൻ നാം തയ്യാറാകുന്നില്ല.
ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം എന്നത് സർവമത ദർശനങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്ന ദർശനമാണ് ഗുരുവിന്റെ ദർശനം. ഇന്ന് ഗുരു മാംസാഹാരം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നാം വിചാരിച്ചു ഗുരു ബ്രാഹ്മണ്യത്തിൻ്റെ, അതായത് ബ്രാഹ്മണരുടെ സസ്യാഹാര രീതിയെയാണ് പിന്തുടർന്നത് എന്ന്. പക്ഷേ ഗുരു പിന്തുടർന്നത് ബുദ്ധമതത്തിൻ്റെ അഹിംസ എന്ന രീതിയെയാണ്. ഒന്നിനെയും ഹിംസിക്കരുത് എന്ന മാർഗത്തെയാണ് ഗുരു പിന്തുടർന്നത്. നാം കാരണം ഒരു ജീവിയും നമുക്ക് അനുകമ്പയുണ്ടാകണമെന്ന് ഗുരു പാടി. ഒരു പീഠയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഒന്നിനെയും ഉപദ്രവിക്കുവാനുള്ള മനസ്സെനിക്ക് ദൈവമേ നീ തരരുതേ എന്നാ ഗുരു പാടിയത്. ഗുരു ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഒരു മതാചാര്യന്റെ പേരിൽ പല പല ആചാര്യന്മാരുടെ ഉപദേശങ്ങളെ ഉൾപ്പെടുത്തി അതിനെ ഒരു മതം എന്നു പേര് വിളിക്കാമെങ്കിൽ, പല പല ആചാര്യന്മാരാൽ സ്ഥാപിതങ്ങളായ എല്ലാ മതങ്ങളെയും ചേർത്ത് അതിനെ ഒരു മതമെന്നോ അല്ലെങ്കിൽ മനുഷ്യമതമെന്നോ മാനവധർമ്മമെന്നോ എന്തുകൊണ്ട് പേരിട്ടുകൂടാ എന്ന് ഗുരു ചോദിച്ചു. ഇന്ന് നമ്മളെല്ലാവരും ഒരുപാട് ഗുരുവിനെ കണ്ടനുഭവിച്ചിട്ടില്ലാത്ത പലരും എഴുതുന്ന കൃതികളാണ് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഗുരു വളരെ മനോഹരമായി എഴുതി തന്ന 64 പരം വരുന്ന കൃതികൾ നമുക്കിന്നുണ്ട്. ഇപ്പോൾ ഗുരു എഴുതി തന്നതായി നമ്മുടെ കൈവശം ലഭിച്ചിട്ടുള്ള ആദ്യത്തെ കൃതി ഏതാണ്? ശ്രീകൃഷ്ണ ദർശനമാണ് ഗുരു എഴുതി തന്നതായി ആദ്യമായി ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ശരിക്കും ഗുരു എഴുതിയത് എന്ന് പറയുന്നത് ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്ന ഒരു കൃതിയാണ്. പക്ഷേ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത് ശ്രീകൃഷ്ണ ദർശനമാണ്. ഏകദേശം 10 വരി മാത്രം വരുന്നൊരു കൃതിയാണത്. ഭൂയോ വൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനിലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കും അക്കായാവിൻ മലർമേനി കൗസ്തുഭമണി ഗ്രീവന്റെ ദിവ്യോത്സവം. പിന്നീട് ഇങ്ങോട്ട് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന വിശ്വപ്രാർത്ഥനയായ ദൈവദശകം എഴുതി. അതിൽ ആദ്യം തന്നെ സ്വാമി പറഞ്ഞു, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഒരു നാവികൻ എങ്ങനെയാണോ ഒരു ബോട്ടിനെ കാത്തു സൂക്ഷിക്കുന്നത്, അതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ സ്വാമി കാത്തു സൂക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതമാകുന്ന സംസാര സാഗരത്തെ മറികടന്ന് അപ്പുറത്തെത്തുവാനായി നമ്മോടൊപ്പം മാർഗദർശിയായി നിൽക്കുന്ന ധ്രുവ നക്ഷത്രമാണ് അനുകമ്പ എന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അനുകമ്പ നമ്മുടെ ഉള്ളിൽ ധ്രുവ നക്ഷത്രമായി പ്രകാശിക്കണമെങ്കിൽ, ആ ധ്രുവ നക്ഷത്രത്തിന്റെ പ്രകാശത്തിൽ ജീവിതം നയിക്കണമെങ്കിൽ മനുഷ്യരെല്ലാം ഗുരുവിനെ പോലെ അരുളുള്ളവരായി തീരണം. ഈ അരുള് എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു അന്നു മാത്രമേ നമുക്ക് ഇന്ന് നമ്മുടെ മുൻപിലുള്ള എല്ലാ വിധത്തിലുമുള്ള സംസാര സാഗരങ്ങളെയും മറികടന്ന് അപ്പുറത്തെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ നിരവധി അനവധി ശിഷ്യഗണങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും ടി കെ മാധവനും സി കേശവനും ആർ ശങ്കറും സഹോദരൻ കെ അയ്യപ്പനും തുടങ്ങി നിരവധി അനവധി ശിഷ്യ പരമ്പരയുള്ള ഒരു ഗുരുവാണ് നമ്മുടേത്. പക്ഷെ ഇന്നും നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ നമ്മൾ ആരംഭിച്ചിടത്ത് തന്നെ നാം ഇന്നും നിൽക്കുകയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വിപരീതമായി യഥാർത്ഥ ശ്രീനാരായണ ധർമ്മം എന്താണ്, യഥാർത്ഥ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് എന്ന് പഠിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നാം പറഞ്ഞതുപോലെ ഒരു ഗുരുവിന് വേണ്ടുന്ന വേദാന്ത ചൂടാമണിയിൽ പറയുന്ന 7 മാനദണ്ഡങ്ങളും നമ്മുടെ ഗുരുവിനുണ്ട്. മഹാത്മാക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട്. ഗുരുവിൻ്റെ കാര്യമെടുത്ത് നോക്കിയാൽ അന്ന് മരുത്വാമലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നത് നമ്മളെപ്പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു.
ഇന്നലെ ശിവരാത്രി ആയിരുന്നു അല്ലേ? നമ്മളെല്ലാവരും ഉറക്കമൊഴിച്ചിട്ടുണ്ടാകും, ശിവഭഗവാന്റെ നാമം ഉരുവിട്ടിരുന്നിട്ടുണ്ടാകും. പക്ഷേ എത്ര പേര് അരുവിപ്പുറത്ത് പോയി? ഒരാൾ പോയി, പോട്ടെ. അരുവിപ്പുറത്ത് പോകുന്നത് ഒരാളേ ഉള്ളൂ. ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിനാരെങ്കിലും ഒരാൾ ആ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ എന്ന് പറയണം. ഇന്നലെ ശിവരാത്രി നാളായിട്ട് 1888 35 വർഷങ്ങൾക്ക് മുൻപ് അധസ്ഥിത വിഭാഗക്കാർക്ക് വേണ്ടി ആദ്യമായി തുറക്കപ്പെട്ട ഒരു ശിവക്ഷേത്രമുണ്ട്. എവിടെയാണെന്നറിയാമോ? എവിടെയാണെന്നറിയാമോ? അരുവിപ്പുറം എന്നാണ് എല്ലാവരും പറയുന്നത്. അതിൽ നിന്ന് വിപരീതമായ ഉത്തരം ആർക്കെങ്കിലും ഉണ്ടോ? കോലത്തുകര. വേറെ ഉത്തരം ഇല്ല. എന്നാൽ 1888 35 വർഷങ്ങൾക്ക് മുൻപ് നമ്മളെ പോലെയുള്ള സാധാരണ ജനസമൂഹത്തിന് വേണ്ടി ആദ്യമായൊരു ശിവക്ഷേത്രം തുറക്കപ്പെട്ടത് ആറാട്ടുപുഴ മംഗലത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന് കാരണഭൂതനായത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന ധീരകേസരിയാണ്. ഒരിക്കൽ ഒരു ഈഴവ യുവതി മൂക്കുത്തി അണിഞ്ഞ് ഒരു കല്യാണത്തിന് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സവർണ നേതാക്കന്മാർ ആ സ്ത്രീയുടെ മൂക്കുൾപ്പെടെ അരിഞ്ഞു കളഞ്ഞ ചരിത്രമുണ്ട്. അന്ന് സ്വന്തം ചിലവിൽ 100 കണക്കിന് സ്വർണ്ണ മൂക്കുത്തികൾ പണി കഴിപ്പിച്ച് നമ്മുടെ അമ്മ പെങ്ങന്മാരെ അണിയിച്ച് ഈ വഴികളിലൂടെ ഒരു ജാഥ നടത്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ടായിരുന്ന, ഏക്കർ കണക്കിന് തെങ്ങിൻ തോപ്പുകൾ ഉണ്ടായിരുന്ന, ആയോധന കല അഭ്യസിച്ച ഒരു വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹം ക്ഷേത്രകാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ കയറിയിരുന്ന അവിടുത്തെ ക്ഷേത്രകാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പൂജാരിയോട് ചോദിച്ചു, ഒരു അവർണൻ ഈ ക്ഷേത്രത്തിൽ കയറിയാൽ എന്താണ് ശിക്ഷ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, 101 പൊൻപണം നൽകണം, അതുകൂടാതെ 101 ചാട്ടവാർ അടിയും കൊള്ളണം. ഉടൻ തന്നെ 101 പൊൻപണം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചാട്ടവാർ അടി കൊള്ളുവാൻ എന്നെ കിട്ടുകയില്ല എന്ന് പറഞ്ഞ കുതിരപ്പുറത്ത് കയറി പാഞ്ഞു പോയി. പിന്നീട് വന്ന് ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അതാണ് ആറാട്ടുപുഴ മംഗലത്ത് ഇന്നുമുള്ള ശിവക്ഷേത്രം. നമ്മൾ ഇതൊക്കെ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. മറിച്ച് വേലുത്തമ്പി ദളവയെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല. തിരുവിതാംകൂർ മഹാരാജാവിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ ഇന്നും ആവശ്യമുള്ളവരെ മാത്രം നമ്മെ പഠിപ്പിക്കുന്നില്ല. ഇന്ന് പല രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ കയറുവാനുള്ള അവകാശം നേടിത്തന്നത് ആരാ? ഞങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം? ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം അല്ലേ? പക്ഷെ അന്ന് അഭിമാനത്തോടെ നെഞ്ചു വിരിച്ചു നിന്ന് പറയണം, തിരുവിതാംകൂർ വ്യാഘ്രം ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ പിന്മുറക്കാരാണ് നമ്മളെന്ന്. ഇന്ന് പലതിനും അടിമപ്പെട്ടു പോകുമ്പോൾ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, വീടുകളിലുള്ള കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് നമുക്കിടയിൽ. പക്ഷേ അവരെ അകറ്റി നിർത്താതെ ചേർത്ത് നിർത്തി അതിൽ നിന്നെല്ലാം നമുക്ക് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് നല്ലൊരു യുവജനതയെ വാർത്തെടുക്കേണ്ടതുണ്ട്. കാരണം നാളത്തെ ഇന്ത്യ അവരുടെ കയ്യുകളിലാണ്. നാളത്തെ ഇന്ത്യ നശിച്ചു പോകരുതെങ്കിൽ ദയവ് ചെയ്ത കുട്ടികളെ രവിവാര പാഠശാല ക്ലാസ്സുകളിലേക്ക് അയക്കണം. അവരെ ഈശ്വര ഭക്തിയുള്ളവരായി വളർത്തിയെടുക്കണം. അല്ലെങ്കിൽ നാളെ അനാഥാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലേക്ക് ചെന്ന് താമസിക്കുവാൻ തയ്യാറായിക്കൊള്ളുക. പക്ഷേ ശ്രീനാരായണ ഗുരുദേവനെ പഠിച്ച നമ്മൾ പറഞ്ഞു, ഒരു കുട്ടിയും അതിന് തയ്യാറാകുകയില്ല. ഇവിടെ രവിവാര പാഠശാല ക്ലാസ് നടക്കുന്ന ശാഖയല്ലേ? നടക്കുന്നതല്ലേ? നിങ്ങളെല്ലാം ഉറങ്ങുവാണോ വീണ്ടും? നടക്കുന്നതാണ്. ഇതിൽ എത്ര കുട്ടികൾ ആ രവിവാര പാഠശാലയിൽ പങ്കെടുക്കുന്നുണ്ട്? കൈയൊന്നും പൊക്കണ്ട, വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ മനസ്സിലാകും നമ്മളെപ്പോഴും ഗുരുവിനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ശരിയായ ഭക്തിയായിരുന്നു എന്ന് ചിന്തിക്കണം. ഗുരു നിരവധി അനവധി കൃതികൾ രചിച്ചു തന്നപ്പോഴും നമുക്ക് ഇന്നും ആഗ്രഹം എന്താണ്? മറ്റുള്ള കൃതികൾ ചൊല്ലാനാണ്. ഗുരുവിൻ്റെ മതവീക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഭഗവാൻ ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിലൂടെ നമുക്ക് പറഞ്ഞു തന്നൊരു സിദ്ധാന്തമുണ്ട്.
മാഹമ്മദ ക്രൈസ്തവാശ്ച ജൈന ബൗദ്ധസ്ഥതേതരേ ഏകതാ പാതനായൈവ പ്രയതന്തേ നിരന്തരം. മുഹമ്മദീയരും ക്രൈസ്തവരും ജൈനന്മാരും ബൗദ്ധന്മാരും ഹിന്ദുക്കളും തുടങ്ങി ഈ ലോകത്തുള്ള എല്ലാ മതക്കാരും ഒന്നിനെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് നിരന്തരമായി പരിശ്രമിക്കുന്നത്. അനേകം പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഒടുവിൽ എവിടെയാ ചെന്ന് ചേരുന്നത്? ഒരു സമുദ്രത്തിൽ ലയിച്ച അവ ഒന്നായി തീരുകയാണ് അവിടെ. അതുപോലെയാണ് മഹാഗുരുക്കന്മാർ ഏകമായ സനാതന സത്യവുമായി വിലയം പ്രാപിച്ച ഏകത്വത്തിൽ വർത്തിക്കുകയാണ് മഹാഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെല്ലാം തന്നെ. ഇതുകൂടാതെ ആത്മോപദേശ ശതകത്തിലെ 49 പദ്യത്തിലൂടെ ഗുരു പറഞ്ഞ ആ ഒരു മതം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു മതം ഹിന്ദു മതമാണ് എന്ന് തെറ്റിദ്ധരിച്ച പല ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ടി ഗുരു ആത്മോപദേശ ശതകത്തിലെ 49 പദ്യത്തിൽ പറയുന്നുണ്ട്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു, ജഗതീലി മതമേകമെന്നു ചിന്തിച്ചഖമണയാതകതാരമർത്തിടേണം. നമ്മൾ ജോലിക്ക് പോകും അല്ലേ? ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കും. എന്തിനാ പൈസ ഉണ്ടാക്കുന്നത്? വീട് വെക്കണം, പിള്ളേരെ പഠിപ്പിക്കണം, ഇഷ്ടമുള്ള ആഹാരം വാങ്ങിക്കണം, വസ്ത്രം വാങ്ങിക്കണം, ഇതിനൊക്കെ വേണ്ടിയാണ്. ശരിക്കും നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നത്, എല്ലാ മതസ്ഥരും പ്രയത്നിക്കുന്നത് ആത്മസുഖത്തിന് വേണ്ടിയാണ്. ഈ ആത്മസുഖമാണ് നമ്മുടെ ഒരു മതം എന്ന് പറയുന്നത്. ഈ ഒരു മതം എന്താണെന്ന് CV കുഞ്ഞിരാമനുമായി സംസാരിച്ചപ്പോൾ ഗുരു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു തന്നു. ഗുരു പറഞ്ഞു, എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. നദി സമുദ്രത്തിൽ ലയിച്ചാൽ പിന്നെ നടുക്കടലെന്നും തിരക്കുഴിയെന്നുമുണ്ടോ? ജീവാത്മാക്കൾക്ക് ഊർദ്ധമുഖത്വം ഉണ്ടാക്കുവാനുള്ള അധികാരമേ മതങ്ങൾക്കുള്ളൂ. അതുണ്ടായിക്കഴിഞ്ഞാൽ സൂക്ഷ്മം അവർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളും. സൂക്ഷ്മമറിഞ്ഞവന് മതം പ്രമാണമല്ല, മതത്തിന് അവർ പ്രമാണമാണ്. തൻ്റെ ഉള്ളിലുള്ള സത്യത്തെ അറിഞ്ഞ ആരും പിന്നീട് മതത്തിനും ജാതിക്കും വേണ്ടി വാദിക്കുവാനും അങ്ങനെ വാദിച്ച് ജയിക്കുവാനും ഒന്നും ശ്രമിക്കുകയില്ല. ആത്മോപദേശ ശതകത്തിലെ 44 മുതൽ 47 വരെയുള്ള 4 പദ്യങ്ങൾ മതമീമാംസ എന്നാണ് അറിയപ്പെടുന്നത്. ആ 4 പദ്യങ്ങളിലൂടെ സ്വാമി തൻ്റെ മതവീക്ഷണത്തെ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമുക്ക് മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നപ്പോഴും നമുക്കിതൊന്നും പഠിക്കുവാൻ സമയമില്ല. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണും ശ്രീനാരായണ ധർമ്മം അല്ലേ? എത്ര പേരുടെ വീട്ടിലുണ്ട്? ആരുടെയും വീട്ടിലില്ല? ഉണ്ട്. ഉള്ളവരൊന്ന് കൈവക്കാമോ? ഉണ്ട്. 2-3 പേരുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എവിടെയാണെന്നറിയാമോ? നമ്മൾ ഈ ശ്രീനാരായണ ധർമ്മം തുറക്കുന്നത് ആഴ്ചയിലെ ഞായറാഴ്ച വല്ല എന്തിനെങ്കിലും ചീട്ടെടുക്കാനോ അല്ലെങ്കിൽ ഭർത്താവിന് മൈക്രോയിൽ പോകുമ്പോൾ മൈക്രോയുടെ പുസ്തകം എടുക്കാനോ ഒക്കെയല്ലേ നമ്മളിത് തുറക്കുന്നത് അല്ലേ? ഇന്നേ വരെ അത് പൂർണ്ണമായും വായിക്കുവാനുള്ളൊരു മനസ്ഥിതി നമ്മൾ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അതിൽ ഗുരു വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണൊരു മനുഷ്യൻ അവൻ്റെ ജനനം മുതൽ മരണം വരെ ജീവിക്കേണ്ടത് എന്ന്. ഈ ശ്രീനാരായണ ധർമ്മം എന്ന കൃതി ഗുരു സംസ്കൃതത്തിൽ പറഞ്ഞു കൊടുത്ത് ഗുരുവിൻ്റെ സംസ്കൃത പണ്ഡിതനായ ശിഷ്യൻ ആത്മാനന്ദ സ്വാമി എഴുതിയെടുത്ത് എല്ലാ ദിവസവും ഗുരുവിനെ കാണിച്ചു തെറ്റുതിരുത്തിയെടുത്തൊരു കൃതിയാണ്. 10 സർഗങ്ങളും 295 ശ്ലോകങ്ങളും അടങ്ങുന്ന ഒരു ദിവ്യ ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം. അതിലൂടെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ഗുരു പഠിപ്പിക്കുന്നു. മനുഷ്യനായി പിറന്ന ഏതൊരുവനും അവൻ്റെ ഹൃദയത്തിനോട് ചേർത്ത് നിർത്തേണ്ടുന്ന ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം. പക്ഷേ അതൊന്നും വായിക്കുവാൻ ഇന്നത്തെ സമൂഹം തയ്യാറാകുന്നതേയില്ല. പക്ഷെ അതിൽ നിന്നെല്ലാം വിപരീതമായി നമ്മളതൊക്കെ പഠിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് അവിടെയാണ് മാറ്റം ആരംഭിക്കുവാൻ പോകുന്നത്. ഗുരുദേവ കൃതികളിലൂടെ അനവധി 64-ൽ പരം വരുന്ന കൃതി എഴുതി സ്വാമി ഇതിലൂടെയൊക്കെ പറഞ്ഞു തന്നു. ഗദ്യ പ്രാർത്ഥനയിലൂടെ പറഞ്ഞു തന്നു നമുക്കെന്ത്? നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും എന്തുണ്ടായിരുന്നു? അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. ആ ഒരു ഒറ്റ വരിയിലൂടെ ഗുരു നമ്മോട് പറയുന്നൊരു സന്ദേശമാണ് അവിടെ പറയുന്നത്. നിനക്ക് ഏതൊരു സങ്കട നിമിഷത്തിലും
നാം എപ്പോഴും കൂടെ ഉണ്ടാകും. നാം ഇവിടെ തന്നെയുണ്ട്. നമ്മൾ പറയും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് അല്ലേ? സ്വാമി അങ്ങനെയാണ്, എപ്പോഴും കൂടെ ഉണ്ടാവും. പക്ഷേ ആ ഹൃദയവാതിൽ പടിയിൽ കാരുണ്യമൂർത്തിയായ ശ്രീനാരായണ ഗുരുദേവൻ നിൽപ്പുണ്ട്. ആ വാതിലൊന്ന് തുറന്നു കൊടുത്താൽ മാത്രം മതി. ഒന്ന് ഗുരുവകത്തേക്ക് കയറിയാൽ പിന്നെ ഗുരുവിലൂടെ നമുക്ക് നമ്മെയും ഈ ലോകത്തെയും കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്താ, ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും നമ്മിൽ നിന്ന് അന്യമല്ല, അവയെല്ലാം നമ്മുടെ ഭാഗം തന്നെയാണെന്ന്. ഗുരുഗീതയിൽ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനൊരു ശ്ലോകം ചൊല്ലിയിട്ടാണ് തുടങ്ങിയത്. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുദ്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആരാണ് ഗുരു എന്ന് അവിടെ പറയുന്നത്? അജ്ഞാനമാകുന്ന ഇരുട്ടിനെ പ്രകാശം അല്ലെങ്കിൽ ജ്ഞാനമാകുന്ന കൺമശി പുരട്ടി ഇല്ലാതെയാക്കുന്നയാളാണ് ഗുരു. ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് അഷ്ടലക്ഷ്യങ്ങൾ നൽകി അല്ലേ? വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇങ്ങനെ 8 വിഷയങ്ങളിലൂടെ മാനവരാശിയുടെ പരിവർത്തനത്തെയാണ് ഗുരു നമ്മിലേക്ക് കാട്ടിത്തന്നത്. ഇന്ന് നമ്മളെല്ലാവരും ശിവഗിരി തീർത്ഥാടനത്തിന് പോകുമ്പോൾ അവിടെ ഒരു ഓവുണ്ട്. അവിടെ പോയിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? ഇല്ല. ഇനി പോകുമ്പോൾ ഒന്ന് പോകണം. കുറച്ച് അങ്ങോട്ട് മാറി അവിടെ ഒരു ഓവുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാനുള്ള വഴിയൊക്കെ. അവിടെ ഒന്ന് പോകണം. അത് ഗുരുവിൻ്റെ ജലമാണ്. അവിടെ കുളിച്ച് ശാരദാദേവിയെ വന്ദിച്ചു വരുമ്പോഴാണ് ഒരു തീർത്ഥാടകൻ യഥാർത്ഥ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുത്തതായി മാറുന്നത്. അങ്ങനെ ഇനിയുള്ള തീർത്ഥാടനങ്ങളിലെങ്കിലും ശരിയായ ശിവഗിരി തീർത്ഥാടനങ്ങളിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ജാതിക്കും മതത്തിനും എല്ലാം അപ്പുറമായി മനുഷ്യനെ മനുഷ്യനായി കണ്ട് സർവചരാചരങ്ങളെയും നമ്മുടെ സഹോദരങ്ങളായി കണ്ട് ഗുരു പറഞ്ഞതുപോലെ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമായി ഈ ലോകം മാറേണ്ടതുണ്ട്. ഇന്ന് മറ്റ് രാജ്യങ്ങളിൽ, മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്നത് പോലെ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിലുള്ള കലഹങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ശരിയായ മതം എന്താണ്, ശരിയായ ജാതി എന്താണ് എന്നതിനെയൊക്കെ കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കി കൊടുക്കണം. നമ്മളിതൊക്കെ പഠിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി പഠിക്കേണ്ടത് അവരാണ്. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരെ വീട്ടിലിരുത്തി നമ്മൾ മാത്രം ഇങ്ങോട്ട് വരുമ്പോൾ ചിന്തിക്കണം നാളത്തെ അവസ്ഥ എന്തായിത്തീരുമെന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരെ നമ്മോടൊപ്പം കൊണ്ടുവരാൻ നാം തയ്യാറാകും. അങ്ങനെ ഗുരുവിൻ്റെ മതവീക്ഷണം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ത് മനസ്സിലാകും? എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ് എന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കില്ല? മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിലുള്ള കലഹങ്ങൾ സംഭവിക്കുകയില്ല. ഗുരു വളരെ മനോഹരമായി 64 പരം വരുന്ന കൃതികൾ രചിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഏറ്റവും സാധാരണക്കാരന് മനസ്സിലാകാവുന്ന ദൈവദശകം മുതൽ അത്യന്തം ഗഹനമായ ദർശനമാല വരെ ഗുരു എഴുതി തന്നു. ശ്രീകൃഷ്ണ ദർശനം തുടങ്ങി സദാശിവ ദർശനം, മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെ അറ്റിണങ്ങി നിൽക്കും ഉൾക്കുരുന്നുരുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമളക്കുടത്തിലന്നും ഇന്നും ഇന്നിണങ്ങളങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ടെഴും കളങ്കമുണ്ട കണ്ഠനെങ്കിലും കനിഞ്ഞു കൊള്ളുവാൻ. ഇങ്ങനെ പോകുന്നൊരു കൃതിയാണ് സദാശിവ ദർശനം. പിന്നീട് ദേവിയെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ മണ്ണന്തല ദേവീസ്തവത്തിലേക്ക് വന്നു. മണിക്കുട വിടുർത്തി മലർ തൂവി മണമെല്ലാം ഹൃണിക്കപചിതിക്രിയ കഴിച്ചു ഘൃണിയാക്കി ഗുണിച്ചവകളൊക്കെയും ഒഴിഞ്ഞു ഗുണിയും പോയി ഗുണക്കടൽ കടന്നു വരുവാനരുൾഗതായേ. അടുത്ത പദ്ധതി വന്നപ്പോൾ ടൂൺ മാറി. തിങ്കളും ത്രിദിശ ഗംഗയും തിരുമുടിക്കണിഞ്ഞു തെളിയുന്ന നൽ തിങ്കൾ നേർമുഖി ദിഗംബരന്റെ തിരുമൈ പകുത്ത ശിവമേനിയെ നിൻകഴൽ കമലമെൻ കരുത്തിൽ നിലനിർത്തി നിത്യവും അഹന്തവൻ അങ്കുരിച്ചറിവഴിഞ്ഞു പോയി വിഫലമായി വരാതരുളുകമ്പികേ. ഇങ്ങനെ ഗുരു രചിച്ച കൃതിയാണ് മണ്ണന്തല ദേവീസ്തവം.
ഇങ്ങനെയുള്ള കൃതികൾ പഠിക്കുവാനും അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കടക്കുവാനുമൊക്കെ നാം തയ്യാറാകണം. അല്ലാതെ പാരമ്പര്യമായി തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ രീതി അല്ല നാം പിന്തുടരേണ്ടത്. മറിച്ച് ഗുരു എഴുതി തന്ന ഈ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഭക്തന്റെ മുൻപിലേക്ക്, കാളി നാടകം എന്നൊരു കൃതിയുണ്ട്, ഗുരു അതിൽ പറയുന്നുണ്ട്, ഇത് വായിക്കുമ്പോൾ കാളിയെക്കുറിച്ച് ഉള്ളിലുണ്ടായിരുന്ന ആ ഭീകര രൂപം, ചിത്രകാരന്മാർ വരച്ചു വച്ചിരിക്കുന്ന ആ ഭീകര രൂപം അവിടെ ഇല്ലാതെയാകുകയാണ്. പക്ഷെ ഇതൊക്കെ അറിയുവാനും മാത്രം ശക്തിയുള്ള ആരാണ് അമ്മേ ഈ ലോകത്തിലുള്ളത് എന്നാ ചോദിക്കുന്നത്. ഗുരുവിൻ്റെ സങ്കടമാണ് അവിടെ ഗുരു പറയുന്നത്. പക്ഷേ ആ സങ്കടമൊക്കെ മാറ്റുവാൻ നമ്മെ പോലെയുള്ളവർ തയ്യാറാകണം. അതുകൊണ്ട് ഇനിയെങ്കിലും ഗുരുദേവ കൃതികൾ പഠിക്കുവാനും അതൊക്കെ വായിച്ചതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുവാനും നാം ശ്രമിക്കണം. ഇപ്പോൾ 12 മണി സമയമായി. എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാകാം. നമ്മൾ തുടങ്ങിയപ്പോൾ ഏകദേശം 11:20 എൻ്റെ ഒരു പ്രസംഗം ഈ അടുത്ത് ചെങ്ങന്നൂർ ആറുകാലിക്കലാണെന്ന് തോന്നുന്നു, ആ ശാഖയിൽ വന്നപ്പോൾ അവിടുത്തെ ഒരു പ്രസംഗം അനീഷ് ചേട്ടൻ ഗുരുപദം TV കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇതിങ്ങനെ ഷോർട്സ് ആയിട്ട് നമ്മളിങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഷോർട്സ് ആയിട്ട് വരുമല്ലോ, ഇതിങ്ങനെ ഞാൻ അനീഷ് ചേട്ടനോട് ചോദിച്ചു, എൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇടുവാണെങ്കിൽ എനിക്ക് അതൊന്ന് അയക്കണമെന്ന് പറഞ്ഞു. അനീഷ് ചേട്ടൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ അയച്ചു തന്നു. ജനുവരി 3-നാണ് ആ വീഡിയോ എടുക്കുന്നത്. ജനുവരിയിൽ തന്നെ ആ വീഡിയോ യൂട്യൂബിൽ വന്നു. ഇതിൻ്റെ ഷോർട്സ് എനിക്ക് ഭയങ്കര അത്രയേറെ ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു വീഡിയോയാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് അനീഷ് ചേട്ടൻ ഇട്ടപ്പോൾ എൻ്റെ അച്ഛൻ ഇത് അനീഷ് ചേട്ടൻ അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ അച്ഛൻ ഇതെന്നോട് പറഞ്ഞില്ല. അപ്പോൾ അച്ഛൻ എന്നോട് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, കമൻ്റ് ഒന്നും തൽക്കാലം വായിക്കാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അതെന്താ പറഞ്ഞതെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഇന്നലെ വെറുതെ അവിടെ ഇരുന്നപ്പോൾ, എനിക്ക് ഒരു പണിയുമില്ലായിരുന്നു, ഞാൻ വെറുതെ ഇരുന്നപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേണ്ടായിരുന്നെന്ന്. ഞാൻ അറിയാതെ ആ കമൻ്റ് ഒന്ന് വായിച്ചു പോയി. അയ്യോ, എനിക്കുണ്ടായിരുന്ന എല്ലാ ആഗ്രഹവും അതോടെ തീർന്നു. പറയാത്തതായിട്ടൊന്നുമില്ല. ശരിക്കും പറയാൻ എനിക്കങ്ങ് സങ്കടം വന്നു പോയി. ദൈവമേ, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. മര്യാദയ്ക്ക് ആ മനുഷ്യനത് യൂട്യൂബിൽ മാത്രം ഇട്ടേ. അന്നേരം ഞാൻ ചോദിച്ച് ഞാൻ എരന്ന് വാങ്ങിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഇന്നേ വരെ ഞാൻ ചുരുക്കം ചില വേദികളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യനാണെന്ന് പറയുന്നവരെ. പക്ഷേ ഏകദേശം 800 കമൻ്റ് ഉണ്ടെങ്കിൽ അതിൽ 500 എണ്ണവും ശ്രീനാരായണ ഗുരുദേവൻ ദൈവമല്ല, ഈ കൊച്ചിത് എന്തൊക്കെയാ പറയുന്നേ, എടി കൊച്ചെ നീ എന്താ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ശരിയായി പഠിച്ചിട്ടില്ലേ, ഗുരു പച്ചയായൊരു മനുഷ്യനാണ് എന്ന് വാദിച്ച് ജയിക്കുവാൻ ശ്രമിക്കുന്ന അനവധി ആളുകളെ ഞാൻ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അച്ഛനും അമ്മ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഗുരു നമ്മുടെ ദൈവമാണ്. നമുക്ക് ഗുരു ആരാണ്? നമ്മുടെ ദൈവമാണ്. മറ്റൊരാൾ പറയുന്നത് കേട്ട് മറ്റൊരാൾ വിശ്വസിക്കുന്നതനുസരിച്ച് നമ്മൾ വിശ്വസിക്കാൻ പോയാൽ നമുക്കിങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ സമയമുണ്ടാകുകയുള്ളൂ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. പോട്ടെ, അതെൻ്റെ കാഴ്ചപ്പാട്, അത് അവരുടെ കാഴ്ചപ്പാട്, ഞാൻ അതോർത്ത് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് ഗുരുവിനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുൻപിൽ സ്വാമി ഇങ്ങനെ വന്ന് നിന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നിയൊരു നിമിഷമുണ്ട്. കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്ന ആ നിമിഷം. സ്വാമി എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഈ ലോകം നമ്മെ അംഗീകരിക്കുന്ന ഒരു നിമിഷം തീർച്ചയായും കടന്നു വരിക തന്നെ ചെയ്യും. ആ വീഡിയോയിൽ ഞാനൊരു ഒടുവിലായി അവർക്ക് ഗുരുവിനെ കാണുവാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തപ്പോൾ, ഞാനത് കഴിഞ്ഞ് ഒരുപാട് വേദികളിൽ ചെന്നപ്പോൾ നിറഞ്ഞ കണ്ണുകളോട് ഒരുപാട് അമ്മമാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ ഞങ്ങൾ സ്വാമിയെ കണ്ടു. അങ്ങനെ നിങ്ങൾക്കും കാണണ്ടേ? ഇവിടെ ഇരിക്കുന്ന എൻ്റെ അമ്മമാർക്ക് സ്വാമിയെ കാണണ്ടേ? കാണണോ? കാണാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ സ്വാമി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. കാണണോ സ്വാമിയെ? അത്രമേൽ ആ മധുര പാവന മനോജ്ഞവാണിയിൽ മതിമറക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നടുവൊക്കെ ഒന്ന് നിവർത്തി, ഫോണൊക്കെ ഒന്ന് സൈലൻ്റ് ആക്കി വെച്ച് ഗുരുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ആ വെണ്ണയ്ക്കൽ പ്രതിമയായിരിക്കാം ഒരു പക്ഷേ ഇഷ്ടമുള്ളത്, ആ ഏറ്റവും ഇഷ്ടമുള്ള ആ രൂപം മനസ്സിലേക്ക് ആവാഹിച്ച് ഞാൻ പറയുന്നത് വരെ കണ്ണടച്ചിരിക്കണം. കണ്ണ് തുറക്കുക എന്ന് പറയാതെ കണ്ണ് തുറക്കരുത്. നടുവൊക്കെ ഒന്ന് നിവർത്തി, വെള്ളമൊക്കെ കുടിച്ചിട്ട് ആ ഗ്ലാസ്സൊക്കെ ഒന്ന് താഴെ വെച്ചിട്ടിരുന്നാൽ മതി. ഗുരുവിനെ നമുക്ക് കാണുവാൻ ശ്രമിക്കാം. അങ്ങനെ ഗുരുവിലൂടെ ഈ ലോകത്തെയും നമുക്ക് വീക്ഷിക്കുവാൻ ശ്രമിക്കാം. എല്ലാവരും കുടിച്ച് കഴിയട്ടെ നോർത്ത് നിർത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ നടുവൊക്കെ നിവർത്തിയിരുന്ന് ഗുരുവിൻ്റെ ആ തേജസ്സുള്ള ആ രൂപം
മനസ്സിലേക്ക് ആവാഹിച്ച് കൈയൊക്കെ റിലാക്സ്ഡ് ആക്കി കാൽമുട്ടയിലേക്ക് വെച്ചേക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ച് ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റുചൊല്ലി ആ രൂപത്തിലേക്ക് മാത്രം 100% ശ്രദ്ധയും കൊടുക്കുക. കണ്ണുകൾ അടച്ചോളൂ. ഓ ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. നാം എല്ലാവരും ഇപ്പോൾ ശിവഗിരിക്കുന്നിലെ ആ മഹാസമാധി മന്ദിരത്തിന് മുൻപിൽ നിൽക്കുകയാണ്. നാം ആ വാതിൽപ്പടിയിൽ നിന്നും അകത്തേക്ക് നോക്കുമ്പോൾ അനുകമ്പാമൂർത്തിയായ ഭഗവാൻ തൻ്റെ ശിഷ്യവൃന്ദങ്ങളോട് സല്ലപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗുരുവിനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന നമ്മെ ഗുരു കൈകാട്ടി അടുത്തേക്ക് വിളിക്കുന്നു. ആ സന്തോഷത്തിൽ ഓടിക്കിതച്ച് ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കണ്ണിൽ നിന്നിറ്റു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചു നീക്കിക്കൊണ്ട് അനുകമ്പാർദ്രമായ ശബ്ദത്തോടെ ഗുരു നമ്മളോട് പറയുന്നു, നിൻ്റെ ഏതൊരു സങ്കട നിമിഷത്തിലും നാം എപ്പോഴും നിന്നോടൊപ്പമുണ്ടാകും. നിൻ്റെ കണ്ണുകൾ നിറയുമ്പോൾ നിൻ്റെ അമ്മ നിൻ്റെ കണ്ണീരൊപ്പുന്നതുപോലെ നാം നിൻ്റെ കണ്ണീരൊപ്പുവാൻ നിൻ്റെ ഒപ്പമുണ്ടാകും. ജാതിമത ഭേദമന്യേ ഈ ലോകത്തുള്ള എല്ലാവരെയും നിൻ്റെ സഹോദരരായി കാണുക. നാം നിന്നോടൊപ്പം എന്നും ഉണ്ടാകും. ഇത് പറഞ്ഞ സ്വാമി നമ്മുടെ മുന്നിൽ നിന്നും മാഞ്ഞു പോകുമ്പോൾ കണ്ണീരോടെ അല്ലാതെ ആ കാഴ്ച നമുക്ക് കണ്ടു നിൽക്കുവാൻ സാധിക്കുന്നില്ല. ഓടിച്ചെന്ന മഹാസമാധി മന്ദിരത്തിലേക്ക് നോക്കി നാം കാണുന്നത് ആ വെണ്ണിക്കൽ പ്രതിമ മാത്രമാണ്. അത് കണ്ട് നിറഞ്ഞ കണ്ണുകളോടെ അറിയാതെ പാടിപ്പോവുകയാണ്, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഇപ്പോൾ നാം എല്ലാവരും തിരികെ വീടുകളിലേക്ക് വരികയാണ്. കൈ രണ്ടും കൂട്ടിത്തിരുമ്മി ആ ചൂട് കണ്ണിൽ തട്ടുന്ന രീതിക്ക് വെച്ച് കണ്ണു തുറക്കുക. കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാകാം, കണ്ഠമിടറിയിട്ടുണ്ടാകാം, മനസ്സ് നോവുന്നുണ്ടാകാം. അതാണ് ആ കാരുണ്യമൂർത്തിയുടെ അനുകമ്പ. ഗുരു പറഞ്ഞതുപോലെ എന്നും ഗുരുവിലേക്ക് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനാദ്യം യഥാർത്ഥ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പലരും പറയുന്നത് പോലെ കേവലം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി മാത്രം ഒതുക്കി നിർത്തുവാൻ സാധിക്കുന്നതല്ല ആ പുണ്യപുരുഷൻ്റെ പ്രഭാവം. മറിച്ച് അനന്തകോടി ദിവാകരൊത്തുയർന്ന പ്രഭയോടുകൂടിയ സ്വാമി ഒരു ദിവസം
ഈ മറകളെല്ലാം നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഇന്ന് വില്യം വേർഡ്സ്വർത്തും ഷെല്ലിയുമൊക്കെ കാവ്യലോകത്ത് ആഘോഷിക്കപ്പെടുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനിലെ കവിയെ ഈ ലോകം മറന്നു പോവുകയാണ്. കാവ്യ കൗതുകത്തിൽ ഭട്ടദൗതൻ പറയുന്ന ഒരു വാചകമുണ്ട്. നാൻ ഋഷിഹി കവിരുത്യുക്ത മൃഷിശ്ച കില ദർശനാത് ദർശനാത് വർണ്ണനാത് വാപി രൂഢാലോകേ കവിശ്രുതിഹി വിചിത്ര ഭാവധർമാംശ തത്വപ്രഖ്യാച്ച ദർശനം. ഒരു ഋഷി യഥാർത്ഥത്തിൽ ഒരു കവി തന്നെയാണ്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവനിലെ കവിയെ, ആ ഈശ്വര ചൈതന്യത്തെ ലോകം അംഗീകരിക്കുന്ന കാലം വിദൂരമല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. പറഞ്ഞു തുടങ്ങിയതുപോലെ ഏകദേശം 10 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുമ്പോൾ പറഞ്ഞു പോയതിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, എന്തെങ്കിലും വേദന ഉളവാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാർ, എൻ്റെ സഹോദരി സഹോദരന്മാർ എന്നോട് അത് ഈ എളിയ ഭക്തയുടെ അറിവില്ലായ്മയായി കണ്ട് ക്ഷമിക്കണം. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആർക്കെങ്കിലും പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് എന്നെ പഠിപ്പിച്ച ആചാര്യ പരമ്പരയുടെ, മാതാവിൽ തുടങ്ങി പിതാവിലൂടെ പ്രിയാചാര്യന്മാരിലൂടെ തുടർന്നു കൊണ്ടിരിക്കുന്ന ആ ശ്രേഷ്ഠ പരമ്പരയുടെ പുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്, എൻ്റെ സ്വാമിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറയുന്നു.